എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നിലനിൽക്കും. But who can enter the day of his coming? And who can stand when he appears? For he is like a refiner's fire and like launderer's soap. അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരം വെള്ളം പോലെയും ആയിരുന്നു. ആമോസ് 5:20 ഇങ്ങനെ പറയുന്നു, അവളുടെ ദിവസം വെളിച്ചമല്ല, ഇരുൾ തന്നെയാണ്. ഒട്ടും പ്രകാശമില്ലാതെ അന്ധസംസം. കർത്താവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുന്ന ദൈവ പൈതൽ അത് പ്രഭാതമാണ്. ഒരുക്കപ്പെടാത്തവർ കാണാൾ രാത്രിയാണ്. ഇവിടെ വിളിച്ചു പറയുന്നു, കാവൽക്കാരാ രാത്രി എന്തായി എന്ന് ചോദിക്കുമ്പോൾ പ്രഭാതം രാത്രി വന്നിരിക്കുന്നു എന്ന് വിളിച്ചു. കർത്താവിന്റെ വരവനായി ഒരുക്കമില്ലാതിരിക്കുന്നവർക്ക് അവന്റെ വരവിൽ നാൾ രാത്രിയായിരിക്കുമെന്ന് ദൈവവചനം വിളിച്ചു പറയുന്നു. ആമോസിന്റെ ലേഖനം 5-ാം അധ്യായം 19 നമ്മൾ വായിക്കുന്നു, നമ്മുടെ കർത്താവ് വരുമ്പോൾ അവന്റെ മുമ്പായി നിൽക്കുവാൻ കഴിയാത്തവരുടെ അവസ്ഥയെക്കുറിച്ച് മോശെ പ്രവാചകൻ ഇപ്രകാരം ആളിച്ചു. ഞാനത് വായിക്കാം. അവൻ വളരെ ശ്രദ്ധിക്കണം, സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടിയുടെ മുമ്പിൽ എതിർപ്പെടുകയോ വീട്ടിൽ ചെന്ന് കൈവച്ച് ചുവരോടെ ചാരിയിട്ട് സർപ്പം അവനെ കടിക്കുകയോ ചെയ്യുന്നത് പോലെയാണെന്ന് വചനം വിളിച്ചു പറയുന്നു. It will be as though a man fled from a lion and a bear met him, or as though he went into the house, laying his hand on the wall and a serpent bite. നോക്കണം, പോകാത്തവരുടെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ വിളിച്ചു പറയുന്നു. സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടിയുടെ മുമ്പിൽ എതിർപ്പെടുകയോ വീട്ടിൽ ചെന്ന് അവിടെ നിന്നും രക്ഷപ്പെടുമ്പോൾ എന്താണെന്ന് അറിയാമോ? വീട്ടിലോട്ടൊന്ന് ചെന്നു, വീട്ടിൽ ചെന്ന് അബദ്ധവശ കൈയൊന്ന് വെച്ചു, ആ ഭിത്തിയുടെ ഒരു സർപ്പം അവിടെ ഇരിക്കുമായിരുന്നു. സർപ്പം എന്ത് ചെയ്തെന്ന് അറിയുമോ? അവനെ കടിച്ചു. അതാ പോകാത്തവരുടെ അവസ്ഥ ദൈവവചനം വിളിച്ചു പറയുന്നു. അതുകൊണ്ട് പോയേ പറ്റൂ. നമ്മൾ പാടിയ പാട്ടും ദൈവദാസൻ എഴുതാൻ സൂക്ഷിച്ചത് എല്ലാം നമ്മളിവിടെ ഇപ്പോഴും പറയുന്നത് താൽക്കാലിക ജീവിതമാണ്. ലോകം മൊത്തം വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. പ്രിയമുള്ളവരെ, നമുക്ക് അടുത്ത സെക്കൻഡ് ഗൾഫിൽ നിന്ന് എല്ലാരെയും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാഖിൽ ഏതാണ്ട് 420 ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുവാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കുന്നു. പക്ഷേ അവർക്ക് എങ്ങനെ ഇപ്പുറത്ത് കടക്കണമെന്ന് അറിയത്തില്ല. ദോഹയിൽ 6 അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എല്ലാ കുട്ടികളും അവരെ പുറത്താക്കിയാണ്. അവരെ എവിടെയൊക്കെ മാറ്റുന്നു. എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. പ്രിയമുള്ളവരെ, അടുത്ത സെക്കൻഡ് നമ്മളിവിടെ സുരക്ഷിതരാണെന്ന് ഒരിക്കലും ചിന്തിക്കട്ടെ. നമ്മൾ കംഫോർട്ട് സോണിലൊക്കെ ഇരിക്കുക. അടുത്ത സെക്കൻഡ് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. പ്രിയമുള്ളവരെ, അമേരിക്കയിലാണെങ്കിൽ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിനഗോഗിലെല്ലാം വെടിവെപ്പ്, വല്ലാത്തൊരു അന്തരീക്ഷം. വൈറ്റ് ഹൗസ് മൊത്തവും ഹൈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എന്ത് സംഭവിക്കുന്നത്? ലോകം മൊത്തം നമ്മൾ വിചാരിക്കും സെക്യൂർ അമേരിക്ക, നമ്മൾ വിചാരിക്കും യൂറോപ്യൻ കൺട്രീസ്, ബ്രിട്ടീഷ് നമ്മൾ സെക്യൂർ ആണെന്ന് വിചാരിക്കും. പക്ഷെ നോ, നമുക്കറിയത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ നമ്മൾ വായിച്ച വാക്യം മറക്കരുത്. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ അവർ സഹിക്കാം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഒരു 3 പോയിന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ദൈവസന്നിധിയിരിക്കുവാൻ ഞാൻ ക്ഷണപ്പെടുക. ഒന്നാമത്തേത്, പോകാൻ തയ്യാറായി നിൽക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ. ഒന്നാമത്തെ, തിയോളജിക്കൽ ഡോക്ട്രിൻസ്
പാപമില്ലാത്ത ജീവിതം, a sinless life. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, പാപം ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാൻ കഴിയില്ല. കൽപ്പനാ ലംഘനം പാപമാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-19 ആദാമും ഹവ്വായും ദൈവകൽപ്പന ലംഘിച്ച ശേഷം ദൈവം മുമ്പാകെ നിൽക്കാൻ കഴിയാതെ അതേ വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചതായിട്ട് ആ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മുന്നോട്ട് ഞാൻ എടുക്കുന്നില്ല. പാപമില്ലാത്ത ജീവിതം നമ്മൾ മറക്കരുത്. സിൻലെസ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പാപമുണ്ടെങ്കിൽ, മറഞ്ഞു കിടക്കുന്ന അല്ല രഹസ്യമായിട്ടുള്ളത് ഏതെങ്കിലും പാപമുണ്ടെങ്കിൽ ഇന്ന് പകല് ഈ ഞായറാഴ്ച ഹല്ലേലൂയ ദൈവസന്നിധി സമർപ്പിക്കുമെങ്കിൽ എന്നെ കൈകണമെന്നത് പറഞ്ഞ് ദൈവസന്നിധി കൈകൾ പ്രാപിച്ച് അല്ലെങ്കിൽ പോകുവാൻ തയ്യാറാകുക. നമുക്ക് അടുത്ത സെക്കൻഡ് എന്തുവാണെന്ന് അറിയത്തില്ല പ്രിയമുള്ളവരെ. അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ നമ്മുടെ ആശീർവാദം പറയുന്നതിന് യേശു കർത്താവ് മടങ്ങി വന്നാൽ നമ്മൾ എടുക്കപ്പെടുമോ? ഈ ലോകത്തിൽ നമുക്കെല്ലാം ഉണ്ടെങ്കിലും എന്നാൽ നാളെ നമുക്ക് ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഗ്യാസ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക്, പെട്രോൾ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ, ലോകം മൊത്തം വലിയ ഭയാനക അന്തരീക്ഷത്തിലൂടെ നീങ്ങുമ്പോൾ ഒരു കാര്യം മറക്കരുത്. ഈ ലോകത്തിൽ അതേ നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുക. ഏത് സമയത്തും ദൈവം തമ്പുരാൻ കടന്നു വന്നാൽ നമ്മൾ കടന്നു പോകുവാൻ തയ്യാറാകുക പ്രിയമുള്ളവരെ. ഇന്ന് പകല ഹല്ലേലൂയ ദൈവ പ്രമാണത്തിൽ നിൽക്കുന്നവരെ ദൈവം മാനിക്കും. ദൈവ കൽപ്പന, ദൈവ പ്രമാണത്തിൽ നിൽക്കുന്നവരെ ദൈവം മാനിക്കും, ഐശ്വര്യമായി അനുഗ്രഹിക്കും. നമ്മൾ വിളിച്ചു പറയുന്നു, ദൈവത്തിനെ വിളിച്ചു പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണം മാത്രമേ. The wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണം മാത്രമേ. നമ്മൾ ആരെങ്കിലും എന്ന് പകല ഹല്ലേലൂയ നമ്മുടെ പാപം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകല ദൈവസന്നിധി ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ട് ആ പുണ്യരക്തം കൊണ്ട് യേശു കർത്താവിന്റെ പുണ്യരക്തം കൊണ്ട് കൈകൾ പ്രാപിച്ച് മടങ്ങുവാണെങ്കിൽ ഏത് സമയത്തും സ്വർഗത്തിലെ തമ്പുരാൻ കടന്നു വന്നാൽ നമ്മൾ എടുക്കപ്പെടും. നമ്മുടെ നിത്യത ഹല്ലേലൂയ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തിയാണ്. അതേ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ നമുക്കറിയാം. അതേ വന്നവരെ, ആ സ്ത്രീയുടെ വന്നവരെ സ്വർഗത്തിലെ തമ്പുരാനൊന്ന് നോക്കി പ്രിയമുള്ളവര്. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ മൊത്തവും പാപമായിരുന്നു. നമ്മൾ ഒരാളെ ചൂണ്ടി കാണിച്ചാൽ നീ പാപിയാണെന്ന് പറഞ്ഞാൽ 4 വിരൽ എന്റെ ദൈവത്തോട് ചൂണ്ടിയിരിക്കാൻ നോക്കണം. കാരണം എനിക്ക് പറയാൻ യോഗ്യതയില്ല. പക്ഷേ ദൈവസന്നിധിയെ സമർപ്പിക്കുവാണെങ്കിൽ ഹല്ലേലൂയ പുണ്യമായി ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ തമ്പുരാൻ കടാക്ഷിക്കും പ്രിയമുള്ളവരെ. ആ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ഹല്ലേലൂയ സ്വർഗ്ഗം ഒന്ന് ഹല്ലേലൂയ തൊട്ടു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ ദൈവമോടെ ഹല്ലേലൂയ പാപത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുവാൻ സ്വർഗ്ഗത്തിലെ തമ്പുരാൻ ഇടയാക്കി. ഒന്ന് മറക്കരുത്, പാപമില്ലാത്ത ജീവിതമായിരിക്കണം അതേ പോകുവാൻ. 2 വസ്ത്രം ഉള്ളവരായിരിക്കണം. മസ്റ്റ് ഹാവ് ക്ലോത്തിങ്. വസ്ത്രം ഉള്ളവരായിരിക്കണം. വസ്ത്രമില്ലെങ്കിൽ പോകുവാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. ഞാൻ കൂടുതലായിട്ട് യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള ആഴമേറിയ വെളിപ്പാട് പത്രോസിനുണ്ടായിരുന്നു. അങ്ങനെ താഴോട്ട് വരുമ്പോൾ നമുക്കറിയാം, പത്രോസ് അതേ നഗ്ന വെള്ളത്തിൽ ചാടുന്ന രംഗങ്ങൾക്ക് നമുക്കറിയാം പ്രിയമുള്ളവരെ. യേശു കർത്താവിനെ കണ്ടപ്പോ അതേ യേശു കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തുവാണെന്ന് സംഭവിച്ചാൽ പത്രോസ് ഒന്ന് അങ്ങ് പിന്മാറിപ്പോയി. ഇന്ന് പകൽ ആരെങ്കിലും ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് പിന്തിരിഞ്ഞാൽ ദൈവം അടിക്കും. ഇന്ന് പകൽ മടങ്ങി വരുവാൻ ദൈവം ഓർപ്പിപ്പിക്കുകയാണ്. മടങ്ങി വന്നോണം. മടങ്ങി വന്ന് ദൈവത്തിന്റെ വേല ചെയ്തോണം പ്രിയമുള്ളവരെ. അതേ പത്രോസിനെ ദൈവം സ്വർഗത്തിന്റെ തമ്പുരാനങ്ങ് തൊട്ടു. വീണ്ടും തിരിഞ്ഞു വരുവാനിടയായി പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അവിടെ വിളിച്ചു പറയുന്നു, തന്റെ ലജ്ജ കാണുമാറ് നടക്കാതിരിക്കുവാൻ. അതേ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 16-15 ഇങ്ങനെ വായിക്കുന്നു, തന്റെ ലജ്ജ കാണുമാറ് നടക്കാതിരിക്കാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. നോക്കണം, നമ്മൾ വായിച്ച വാക്യം ദേവദാസൻ വായിച്ചു. കൂടാരമായി നമ്മുടെ അഥവാ നമ്മുടെ ഭൗമ ശരീരം അഴിഞ്ഞു പോയ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായി കിട്ടണം നമുക്ക് സ്വർഗത്തിലുണ്ട്. ഇവിടെ നമ്മളെ സിക്യൂറാന്ന് വിചാരിച്ചിട്ടുണ്ട്. 2 നില 3 നില 5 നില നമ്മൾ, പക്ഷെ നമ്മളെ സിക്യൂർ അല്ല. ഒരു കാര്യം മറക്കുക,
നമ്മളിവിടെ ഒന്നും സെക്യൂർ അല്ല. നമ്മൾ വിചാരിക്കുന്ന ലോകം എവിടെ പോയാലും സെക്യൂർ ആണെന്ന്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ലോകത്തിൽ ഒരിടത്തും സെക്യൂർ അല്ല. ഇന്ന് ഫ്ലൈറ്റൊക്കെ നമ്മൾ അവിടെ ചെല്ലുമോ എന്ന് പോലും നമുക്കറിയത്തില്ല. ഫ്ലൈറ്റ് മൊത്തം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഫ്ലൈറ്റും മിക്കവാറും അമേരിക്കയിലൊക്കെ ഇറങ്ങുന്ന ഫ്ലൈറ്റ് എല്ലാത്തിനും ഹൈ അലർട്ട് കൊടുത്തിരിക്കുന്നു. അവർ പ്രാർത്ഥനയോടെ ദൈവമക്കളായിരിക്കണം, ദൈവത്തിന്റെ വരവിൽ എടുക്കപ്പെടണം. നമുക്കറിയുന്ന ദൈവമക്കൾ അവിടെ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ ദാനമായിരിക്കണം നമുക്ക് സ്വർഗത്തിലുണ്ട്. ഈ കൂടാരത്തിൽ ഞെറിക്കൊണ്ട് നഗ്നരായിട്ടില്ല, ഉടുപ്പുള്ളവരായിരിക്കുന്നത് സ്വർഗീയമായി പാത്രം അതിനിടെ ധരിക്കുവാൻ നമുക്ക് അതേ വാഞ്ചിക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ശരിയായ വസ്ത്രത്തെ കുറിച്ചല്ല, ആത്മീയ ജീവിതമാകുന്ന വസ്ത്രത്തെ കുറിച്ചാണ് വസ്ത്രം ഉള്ളവരായിരിക്കണം. മസ്റ്റ് ഹാവ് ക്ലോത്ത്. വസ്ത്രമുള്ളവരായിരിക്കണം, എന്നാലേ പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ വിചാരിക്കും ഇവിടെ അങ്ങ് പോകാമെന്ന്. നോ, വസ്ത്രം ഉള്ളവരായിരിക്കണം. പാപമില്ലാത്ത ജീവിതം, സിൽവർ. രണ്ടാമത് വസ്ത്രമുള്ളവരായിരിക്കണം. മൂന്നാമത്തേത് പെട്ടെന്ന് ഒത്തിരി വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ വിളിച്ച് പറയുന്നത്, ഒത്തിരി വസ്ത്രത്തെക്കുറിച്ച്. വസ്ത്രം എല്ലായ്പ്പോഴും വെണ്മയായിരിക്കണമെന്ന് വചനം വിളിച്ച് പറയുന്നു. അതെ, നമ്മൾ വായിച്ചു ഇവിടെ കാണുന്നുണ്ടായിരുന്നു, വസ്ത്രം എല്ലായ്പ്പോഴും വെണ്മയായിരിക്കണം. അതിൽ മുഷിഞ്ഞ വസ്ത്രം നീക്കിക്കളയാം. അപ്പോൾ വധൂതനോട് കണ്ടിട്ട് നമുക്കറിയാം, ശരിയാകോട് പറയും, ഞാൻ നിന്റെ അകത്തിൽ നിന്ന് നീക്കിയിരിക്കുന്നു, നിന്നെ ഉത്സ വസ്ത്രം ധരിച്ചു. രക്ഷത്തിലേക്ക് കടന്നുപോയി വെളിപ്പാട് പുസ്തകം അതേ 3-4-5 വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം Revelation chapter 3 verses 4 and 5. ഉടുപ്പ് മലിനമാക്കാത്ത കുറെ സർവീസുണ്ട്. അവർ യോഗ്യന്മാരായി വെള്ളം ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയോടുപ്പ് ധരിക്കും എന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. നമ്മുടെ കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാൻ വേഗത്തിൽ വരും എന്നുള്ളതാണ് നമ്മുടെ ഉള്ള വാർത്ത. അവൻ വരുമ്പോൾ ഒരുങ്ങിയിരിക്കുന്നവർ രൂപാന്തരപ്പെട്ടു അവനോടുകൂടി എടുത്ത കൊള്ളപ്പെടണം. ആ ദിവസം നിങ്ങൾക്ക് പ്രഭാതമായിരിക്കും. അതേപോലെ വിളിച്ചു പറയുന്നു, ശുദ്ധവും നിഷ്കളങ്കമായ തേജസ്സോടെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുവാൻ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കും. അതേ, നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാണ്. നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാക്കൊണ്ട് അവനോട് സദൃശം പരിശുദ്ധമായ ശക്തി നമ്മെ ഇന്ന് പകല് അതിനായി ഒരുക്കണം. നമ്മൾ മറക്കരുത്, പാപമില്ലാത്ത ജീവിതം. 2 വസ്ത്രമുള്ളവരായി ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ അതേ നമുക്ക് കടന്നു പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വിളിച്ചു പറയുന്നത്, എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം. അവൻ വരുന്ന ദിവസത്തെ ആർ സഹിക്കാം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും. അവൻ ഊതിക്കെട്ടുന്നവരെ തീപ്പോലെയും അലക്കുന്നവർ വെള്ളം പോലെയും. ഒരു നിമിഷം നമുക്ക് എല്ലാ ദൈവമക്കളും എഴുന്നേൽക്കട്ടെ. എല്ലാ ദൈവമക്കളും എഴുതാകട്ടെ. മറക്കരുത്, ലോകം മൊത്തം വളരെ ഭയാനക അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അടുത്ത സെക്കൻഡ് യേശു കർത്താവിൻ്റെ പ്രത്യക്ഷരായിരിക്കും. റാപ്ചർ നടക്കും. തൻ്റെ സഭയെ എടുക്കപ്പെടുവാൻ, തൻ്റെ സഭയെ ചേർക്കുവാൻ, ദൈവമക്കളെ ചേർക്കുവാൻ കടന്നു വരുമ്പോൾ പാപമില്ലാത്ത ജീവിതമായിരിക്കണം. നമ്മുടെ എപ്പോഴും വസ്ത്രമുള്ളവരായിരിക്കണം. മസ്റ്റ് ഹാവ് ക്ലോത്ത്. നമുക്കൊരു മുന്നോട്ട് കടന്നു പോകണം. നമുക്കൊരു പാട്ട് പാടുകയും എല്ലാ ദൈവം നമുക്ക് കരങ്ങൾ തന്ന് ആ പ്രത്യാശഗാനം നമ്മൾ പാടി, അതേ നമ്മൾ പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. എല്ലാ ദൈവമക്കളും ദൈവം നമുക്ക് കരങ്ങൾ തന്നിട്ടുണ്ട്. ആ പാട്ട് പ്രത്യാശയോടെ, വളരെ ശ്രദ്ധയോടെ, വളരെ ഫോക്കസിൽ ആ പാട്ട് പാടി അതെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാ ദൈവം
നമ്മുടെ കണ്ണുകളെ